അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്തത്? മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തി മതനിരപേക്ഷ രാഷ്ട്രീയം ആവിഷ്കരിക്കുന്നത്. അങ്ങനെ മതനിരപേക്ഷ രാഷ്ട്രീയം ഒരു ഭാഗത്ത്, മതനിരപേക്ഷ ഭരണകൂടം വേറെ ഭാഗത്ത്. ഇനി മതനിരപേക്ഷ ഭരണകൂടം ശരിയായ രൂപത്തിൽ ഉണ്ടാക്കണമെങ്കിലോ മതത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അപ്പോൾ വിദ്യാഭ്യാസവും മതവും തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് യഥാർത്ഥ മതനിരപേക്ഷ രാഷ്ട്രീയവും ദർശനവും പറയുന്നത്. വിദ്യാഭ്യാസം മതേതരമാകണം, മതപരമാകരുത്. ഒരു മേഖലയിലെ കുട്ടികളെ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് മദ്രസ പഠനം മാത്രം നടത്തുന്ന കുട്ടികൾക്ക് ഇസ്ലാമിക വിജ്ഞാനം കൂടുതലുണ്ടാകും. മറ്റു മതങ്ങളോട് ചിലപ്പോൾ അവഹേളനം ഉണ്ടായിന്ന് വരാം. ഉറപ്പിച്ച് ഞാൻ പറയണില്ല, കാരണം അവരെ സിലബസ് വെച്ചിട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെയല്ലാത്ത ഒരുപാട് മക്കളെ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ്ട് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. കാരണം എന്താ? അവർ മതനിരപേക്ഷ വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടാണ് മദ്രസകളിൽ പോകുന്നത്. മതനിരപേക്ഷ വിദ്യാഭ്യാസം കിട്ടാത്തവർ മദ്രസ വിദ്യാഭ്യാസം, മദ്രസ എന്നുള്ള വാക്കിന് ഒരു മതവിദ്യാഭ്യാസം എന്നുള്ള വാക്കേ ഇപ്പൊ പറയുന്നുള്ളൂ. അതിനർത്ഥം ഭാരതീയ വിദ്യാഭവന്റെ ഹിന്ദു വർഗീയ വിദ്യാഭ്യാസം പെടും. അതെല്ലാം ആ വാക്കിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു പൊതുമതം മദ്രസ എന്ന് പറയുമ്പോൾ ഇസ്ലാം മതം എന്നൊരു പരാമർശം വരുന്നുണ്ട്. അല്ല, മതവിദ്യാഭ്യാസം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മതവിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ മതപക്ഷപാതപരമായ ചിന്ത വരും. വയ്യ. മതേതരമായ ചിന്തയ്ക്ക് നിഷ്പക്ഷമായി വസ്തുതകളെ പഠിക്കാനുള്ളൊരു വിവേകം പൗരന് കൊടുക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ മതത്തിന് മാറ്റണം. ഇത് മതനിരപേക്ഷതയുടെ പ്രധാന തത്വമാണ്. വേറൊന്നുള്ളത്, നമ്മുടെ നിയമ സംവിധാനത്തിൽ നിന്ന് മതം മാറണം. നിയമം എന്ന് പറഞ്ഞാൽ നിയമം നമ്മുടെ കോടതി പെടും, നിയമാവലികൾ പെടും, പോലീസ് പെടും, അതിന്റെ ഭരണകർത്താവും പെടും. ആ വിഭാഗത്തിൽ നിന്ന് മതത്തെ മാറ്റണം. ഒരു യഥാർത്ഥ മതനിരപേക്ഷ രാഷ്ട്രം, ഉദാഹരണത്തിന് അമേരിക്ക, അതിന്റെ ഭരണഘടനയിൽ ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ 4 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോവിയറ്റ് റഷ്യ ഈ 4 മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ ഇംഗ്ലണ്ട് അടക്കം മതനിരപേക്ഷ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഈ 4 മാറ്റങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വരുന്നു, ഈ വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ നിയമ സംവിധാന കാര്യങ്ങളിലും സിവിൽ കോഡ് അടക്കമുള്ള എല്ലാ കോഡുകളും, അതാണ് ഈ 4ാമത്തെ പറഞ്ഞ കാര്യം. അതിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഭരണത്തിലും മതത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ മതം എവിടെയാണ് അത്യാവശ്യം? പിന്നെ മതമുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണ്. നമ്മുടെ ധാർമ്മിക ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിൽ മതം വഹിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഒരു മഹത്തായ പങ്ക. ഞാൻ പറയപ്പെടുന്നതെന്ന് കൊട്ടേഷനിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുമ്പ് ധാർമ്മികത മതത്തിന്റെ കുത്തകയല്ല. ധാർമ്മികത കടന്നു വരുന്നത് മനുഷ്യന്റെ ഭൗതിക അസ്തിത്വത്തിൽ നിന്നാണ്. ഭൗതിക അസ്തിത്വമാണ് നിങ്ങളുടെ ധാർമ്മിക നിയമങ്ങളെ തീരുമാനിച്ചത്, മതമല്ല. ഓരോ മതവും രംഗത്ത് വന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ ആ സമൂഹത്തിന്റെ ധർമ്മ നിയമങ്ങളെ ലോകത്തിന്റെ നിയമങ്ങളായി അവതരിപ്പിക്കുക എന്നതാണ് മതങ്ങൾ ചെയ്ത തെറ്റ്. അത് ഇസ്ലാം മതത്തിന് ബാധകമാണ്, ക്രിസ്തു മതത്തിന് ബാധകമാണ്, ഹിന്ദു മതത്തിനും ബാധകമാണ്. വേദങ്ങൾ വന്നിട്ട് 3000 കൊല്ലങ്ങളായി. വേദങ്ങളിലെ ബ്രാഹ്മണ നിയമങ്ങൾ മുഴുവൻ, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ നിയമ, അത്രയും ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ, വിശദാംശമൊന്നും പറയുന്നില്ല. ബ്രാഹ്മണന്റെ ഭരണാധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ശൂദ്രനെ ചവിട്ടിപ്പിടിക്കാൻ പ്രേരിപ്പിച്ച ഒരു വൈദിക ചിന്തയുടെ തത്വശാസ്ത്രമാണ് വേദങ്ങൾ. അത് ഋഷിമാർക്ക് കണ്ടുകിട്ടിയതാണത്രേ, ഈശ്വരൻ അയച്ചു കൊടുത്താണത്രേ. അപ്പോൾ ഈശ്വരൻ ഒരു ബ്രാഹ്മണ മേധാവിയാകുമോ? എങ്കിൽ ഈശ്വരൻ നീചനാവുകയില്ലേ? വേദങ്ങളിൽ പറയുന്ന ജാതി സമ്പ്രദായത്തിന്റെ സംസ്കാരം ദൈവം കൊടുത്തയച്ചാണെങ്കിൽ ആ ദൈവത്തെക്കാൾ മോശക്കാരൻ ലോകത്തിലൊരൊറ്റ ആളില്ല എന്നാണ് ഞാൻ പറയുക. ഭൂമിയിലെ ബ്രാഹ്മണൻ ആ ദൈവത്തെക്കാൾ മെച്ച. എന്താ കാരണം? അയാൾ ദൈവം പറഞ്ഞിട്ടാണല്ലോ ഈ വിഡ്ഢിത്തം ചെയ്തത്, തോന്നിയാസം ചെയ്തത്. ഇത് ആദ്യം പറഞ്ഞല്ലേ വലിയ കുറ്റവാളി. അപ്പൊ ദൈവമാണ് വേദങ്ങൾക്ക് കാരണക്കാരെങ്കിൽ ആ ഹിന്ദു ദൈവം നീചനും കുറ്റവാളിയുമാണ്. എന്നാൽ 3000 കൊല്ലത്തെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിലെ ചിന്തയുടെ ഭാഗമാണ് വേദങ്ങൾ അംഗീകരിച്ചാൽ നമുക്ക് തൽക്കാലം ദൈവത്തിനെ ജാമ്യത്തിലെടുക്കാം. ദൈവത്തിന്റെ വാട്ടിപ്പോട്ടെ, വെറുതെ ആളെ പിടിച്ചു ഉപദ്രവിക്കണം. ഇത് അന്നത്തെ ബ്രാഹ്മണന്റെ തോന്നിവാസമാണ്. അതിന് ചരിത്രപരമായ ഒരുപാട് വേരുകൾ കാണാൻ സാധിക്കും. സാമൂഹ്യ ചരിത്രത്തിന്റെ പരിണാമ ദിശകളിലൂടെ ഒരു നെട്ടോട്ടം ഓടിയാൽ മാത്രമേ അക്കാലത്തിലെ നിയമം അതാവാൻ കാരണമെന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇക്വാലിറ്റി ഓഫ് ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്നത് നമ്മളെ ഭരണഘടനയിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത കൊടുക്കുന്ന, ആണിനും പെണ്ണിനും തുല്യത കൊടുക്കുന്ന, എല്ലാ ജാതിക്കാർക്കും തുല്യത കൊടുക്കുന്ന, എല്ലാ മതക്കാർക്കും തുല്യത കൊടുക്കുന്ന ഒരു മനുഷ്യാവകാശ നിയമമാണ്. വേദങ്ങളിലുണ്ടോ അതിന്റെ അർത്ഥം തിരിച്ചറിയാൻ കഴിയുക? ആധുനിക ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ 14ാം വകുപ്പിനെ ലംഘിക്കുന്ന വേദങ്ങൾ നിരോധിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ബ്രാഹ്മണ വർഗത്തോടുള്ള ദേഷ്യം മാത്രമല്ല, ഇക്വാലിറ്റി നടപ്പാകട്ടെ എന്ന ആഗ്രഹം കൊണ്ട്. ദാറ്റ് ഈസ് എ ഹ്യൂമനിസ്റ്റ് സ്പിരിറ്റ്. മാനവികവാദമാണത്. എല്ലാവരും തുല്യരായി ജീവിക്കണം. ഞാനും എന്റെ ഭാര്യ ഒരു തട്ടാനും മാത്രം പോരാ, അടുത്ത വീട്ടിലെ ആളും അയാളെ തട്ടാനും അയാളെ ഭാര്യയും വേണം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നത്.
സ്ത്രീകളുടെ മേഖലയിൽ ഇപ്പൊ അടുത്ത കാലത്ത് വലിയ ഉണർവ് വരുന്നുണ്ട്. സ്ത്രീ പക്ഷപാത ചിന്തകൾക്ക് പക്ഷപാത ശക്തി കൂടിയ ഒരു കാലഘട്ടം അത്. സ്ത്രീ പക്ഷപാതം തന്നെ ഇട്ടതാ തോന്നുന്നത്. കാരണം അവരോട് കാണിച്ച പക്ഷപാതപരമായ അറ്റാക്കിന്റെ ഫലമായിട്ട് സ്ത്രീകൾ അതിന് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ജനാധിപത്യപരമായ ഒരു അവകാശമാണത്. അത് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന തത്വത്തെ വേദങ്ങൾ എതിർക്കുന്നു. ഇസ്ലാമിക ദർശനങ്ങൾ 14 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇസ്ലാം മതത്തിന്. ഇക്വാലിറ്റി ഫോർ മെൻ ആൻഡ് വുമൺ എന്നത് ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് വേണമെന്ന ഞങ്ങളുടെ മാനവിക അവകാശങ്ങളുടെ വാദങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം മത പണ്ഡിതന്മാരും മൗലികവാദികളും ഏക സിവിൽ കോഡ് ഞങ്ങളെ ഇഷ്ടപ്രകാരം നടപ്പാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ആളുകൾ മുഴുവൻ ഭൂരിപക്ഷപ്രകാരം തീരുമാനിച്ചാൽ മാത്രം സിവിൽ കോഡ് നടപ്പാക്കിയാൽ മതി എന്ന് പറയുന്ന മതനിരപേക്ഷ പണ്ഡിതന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേറെ താല്പര്യമുണ്ട്. ഇലക്ഷൻ വരാൻ നേരത്ത് ഇവരെ വോട്ട് വേണ്ടി വരും. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഒരു കാര്യം ശരിയാണ്, സിവിൽ കോഡ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിയമമാണ്, മാനവിക നിയമമാണ്. ഇവിടുത്തെ ഇന്ത്യക്കാരന് അവൻ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും അവൻ ആണായാലും പെണ്ണായാലും നിയമത്തിന്റെ പിന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും കൊടുക്കുമെന്നാണ് സിവിൽ കോഡ് പറഞ്ഞിട്ടുള്ളത്. ആ നിയമം നമ്മുടെ വ്യക്തി നിയമങ്ങളിലില്ല. ക്രിസ്ത്യൻ വ്യക്തി നിയമം, ഇസ്ലാമിക വ്യക്തി നിയമം, അതുപോലെ ഹിന്ദു വ്യക്തി നിയമങ്ങൾ പരസ്പരം ആശയങ്ങളിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ പൊതുതത്വങ്ങളെ ഞാൻ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ മൗലികാവകാശങ്ങളെ നിരവധി തവണ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വകുപ്പുകൾ ഇന്ത്യയിലെ ഇന്ത്യൻ ശരിയത്ത് ആക്ടിലുണ്ട്. എന്തിനധികം പറയുന്നു, ഇന്ത്യൻ ശരിയത്ത് ആക്ട് ഖുറാനിക് ശരിയത്ത് ആക്ടിനെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. ഖുറാനിക് ശരിയത്ത് ആക്ടിലെ വ്യവസ്ഥകളെ പോലും ഇന്ത്യൻ ശരിയത്ത് ആക്ട് എതിർക്കുകയാണ്. ചില കാര്യങ്ങളിൽ വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. അതുപോലും ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക ശരിയത്തിന്റെ ഭാഗത്തുനിന്ന് വക്താക്കൾ കേന്ദ്രീകരിച്ച് പണിയെടുക്കുന്നില്ല. ഞാൻ തന്നെ ഒരിക്കൽ ഈ കാര്യം പറഞ്ഞൊരു അടി കിട്ടി ഒരു യോഗത്തിൽ. ഞാൻ എന്താ പറയണമെന്ന് അറിയോ, ഇന്ത്യൻ ശരിയത്ത് എന്ന് പറയുന്നത് യഥാർത്ഥ ഖുറാനിക് ശരിയത്തിനെതിരാണെന്നാണ് ഞാൻ വാദം പറഞ്ഞു വരുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞാൽ ഒരു മുസ്ലിം അടിക്കുകയോ എനിക്കൊരു ചായ വാങ്ങിച്ചരിയല്ലേ വേണ്ട. പക്ഷെ എനിക്ക് കിട്ടിയത് അടിയാ. എന്താ കാരണം, പറഞ്ഞത് കേൾക്കണോന് മനസ്സിലായിട്ടില്ല. സംഗതി അതാ. ഇന്ത്യൻ ശരിയത്ത് ആക്ട് എന്താണെന്നും ഈ ഖുറാനിക് ശരിയത്ത് ആക്ട് എന്താണെന്നും ഈ കേൾക്കണോന് മനസ്സിലായാലല്ലേ അയാളെ ഉപദ്രവിക്കാനാണോ നല്ലതിനാണോ പറഞ്ഞതെന്ന് മനസ്സിലാവുക. ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യം അതാണ്. എന്നിട്ടും ഈ ശരീഅത്തിന്റെ സിവിൽ കോഡിന്റെ കാര്യത്തിൽ പോലും മതക്കാർ യോജിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മതനിരപേക്ഷതയുടെ അടിസ്ഥാനപരമായ 4 തത്വങ്ങൾ, ആ 4 തത്വങ്ങളെയും സമയം ഞാൻ പാലിച്ചാലേ മറ്റുള്ളവരും പാലിക്കാൻ പറ്റൂ. ഞാൻ പാലിച്ചിട്ടില്ലേ മറ്റൊക്കെ അത് ഒരുപക്ഷെ അതിക്രമിക്കുന്നതിനെ പ്രേരിപ്പിക്കും. എന്തായാലും ഇവിടെ എനിക്ക് 2 മിനിറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ മറ്റവർക്കും 2 മിനിറ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് പഞ്ചായത്ത് ആക്കാം. അങ്ങനെ ഒരു സാധ്യത അധ്യക്ഷന്റെ കയ്യിലുണ്ട്. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് മതനിരപേക്ഷത മതത്തിന്റെ പോരായ്മ. മതം അനിവാര്യമല്ല എന്നത് ഒരു തെളിവാണ്. പക്ഷേ മതം അനിവാര്യമാണെന്ന് മതക്കാർ വിശ്വസിക്കുന്ന ഒരു പ്രധാന കാര്യം മതത്തിന്റെ ധാർമ്മിക നിയമങ്ങളാണ്. ഞാൻ അതാ പറഞ്ഞത്, മതത്തിന് ശാശ്വതമായ മത നിയമങ്ങളില്ല, ശാശ്വതമായ ധാർമ്മിക നിയമങ്ങളില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഇസ്ലാമിക ധാർമ്മിക നിയമങ്ങളെ ഹിന്ദു നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല, ഹിന്ദു ധാർമ്മിക നിയമങ്ങളെ ക്രിസ്ത്യൻ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല, ബൗദ്ധ നിയമങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, ജൈന നിയമങ്ങൾ വേറെയാണ്. മതത്തിന് മതധാർമ്മിക നിയമങ്ങൾ വേറെയുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇവർ പറഞ്ഞു വരുന്ന ആശയം അങ്ങനെയാ: സത്യം, ധർമ്മം, ദയ തുടങ്ങിയത് ശാശ്വതങ്ങളായ സത്യങ്ങളാണ്. അവ എല്ലാ മതക്കാരും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദൈവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ ശാശ്വതമായ ധർമ്മമൂല്യങ്ങളില്ല. ശാശ്വത ധർമ്മമൂല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു അശാസ്ത്രീയമായ ശാസ്ത്രീയ ചിന്തയുടെ ഭാഗമാണ്. സമൂഹം മാറുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുക്ഷണ വികസ്വരമാണ് സമൂഹം. എല്ലാം മാറുന്ന സമൂഹത്തിൽ സമൂഹം മാറാതിരിക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു മാറ്റത്തിന്റെ ചിന്തക്കെതിരായ ഒരു ചിന്തയാണ്. എല്ലാം മാറുമ്പോൾ സമൂഹം മാറും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ നാടുവാഴിത്തമായിരുന്നു. നാടുവാഴിത്തത്തിന്റെ സാമൂഹ്യ നിയമങ്ങളുണ്ട്. പല മതനിയമങ്ങളിലെയും നിയമങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ നാടുവാഴിത്ത നിയമങ്ങളാണ്. അതൊക്കെ ഇന്നത്തെ സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ വന്നിട്ട് അത് അപ്പടി അങ്ങോട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മക്കൾ സമ്മതിക്കുക, ഈ ഭരണന്റെ മക്കൾ സമ്മതിക്കുക. എന്നിട്ടല്ലേ അന്യമതക്കാരും യുക്തിവാദികളും ഭൗതികവാദികളും. എന്താ കാരണം? ചരിത്രത്തിന്റെ മാറ്റമനുസരിച്ച് ധാർമ്മിക നിയമങ്ങൾ മാറി. എന്തുകൊണ്ട്? അതിന് ഞാൻ